നിൽക്ക് ക്ഷമയോടെ നിങ്ങൾ വീഡിയോ ഫുള്ളും കാണണം. ഈ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഈ ഒരു ബീഡിൽ നിന്നും എനിക്കിങ്ങനെ ഈ ഒരു ലെവൽ ബീഡ് കിട്ടി എന്ന കാര്യത്തെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് ഈ വീഡിയോ നമുക്ക് നോക്കാം. ഈ വീഡിയോ കുറച്ച് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാന്നുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം ഓരോ കാര്യങ്ങളും. 90 ദിവസത്തിൽ എങ്ങനെ എനിക്ക് ഈ ഒരു പാച്ചുള്ള ബീഡിൽ നിന്നും ഈ ഒരു ലെവൽ ബീഡ് കിട്ടി എന്ന കാര്യത്തെക്കുറിച്ച് വളരെ ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇത് കുറേ പേർക്കുള്ള സംശയമാണ്. ഫുഡ് കഴിക്കണോ, ആ ഫുഡ് കഴിക്കണോ, എങ്ങനെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ ബീഡ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കുറേ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. 90 ദിവസം വേണ്ടി വന്നില്ല, ഏകദേശം 90 ദിവസം കൊണ്ടാണ് എനിക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നെക്കൊണ്ട് സാധിച്ചത്. നമുക്ക് അതെങ്ങനെയാണെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അതിനു മുമ്പ് ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ കുറേ വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറക്കാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക. നിങ്ങളുടെ ബിയർഡ് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എനിക്ക് ഈ 90 ദിവസത്തിനുള്ളിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, അതായത് ഇതിനു മുമ്പ് വളരെ പാച്ചായിട്ടുള്ള കുറച്ച് ബീഡായിട്ടുള്ള ഉണ്ടായിരുന്ന ഞാൻ ഈ 90 ദിവസത്തിൽ എന്തൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു ലെവൽ ബീഡ് ഉണ്ടായത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വളരെ ക്ലിയർ ആയിട്ട് ഒരു യാതൊരുവിധ മറയൊന്നുമില്ല. ഞാൻ ചെയ്ത കാര്യം അതേപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. 100% ഉറപ്പ് പറയാൻ പറ്റും. എനിക്ക് ഈ പാച്ചുള്ള ബീഡിൽ നിന്നും ഈ ഒരു ലെവൽ ബീഡ് കിട്ടാനായിട്ട് ഞാൻ കുറേ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, കുറേ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. തുടക്കം മുതൽ എന്തൊക്കെയാണ് ചെയ്തത്, എൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ഹെൽത്തി പീരീഡ്, ആ സമയത്ത് ഞാൻ ചെയ്തിരുന്ന ഹെൽത്തായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഞാൻ ഫോളോ ചെയ്ത ഫുഡ് രീതികൾ, അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്ത മെത്തേഡ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തരാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാം. ഈ ബിയർഡ് ഗ്രോത്ത് മെന്നിൽ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണാണ്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് മെയിൽസിൻ്റെ ടെസ്റ്റിക്കിൾസിലാണ്. ഇതവിടെ സെക്രീറ്റ് ചെയ്തിട്ട് അത് ബ്ലഡിലേക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇത് ബിയർഡ് ഗ്രോത്തിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. വെറും ടെസ്റ്റോസ്റ്റിറോൺ മാത്രമാണോ ഈ ബിയർഡ് ഗ്രോത്തിന് കാരണമാവുന്നത് എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കുറേ ഫാക്ടേഴ്സ് കാരണമായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ജെനറ്റിക്സ്, നമ്മുടെ ഫുഡ് രീതികൾ, ലൈഫ് സ്റ്റൈല്, അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിനെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ബിയർഡ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങൾ ഞാൻ ഒരിക്കലും മാറി ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഈ 2 കാര്യങ്ങൾ ഞാൻ 90 ദിവസം, അതായത് ഞാൻ ടാർഗറ്റ് വെച്ചത് 90 ദിവസമാണ്. ഈ 90 ദിവസത്തിൽ ഈ 2 കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ട് ഫോളോ ചെയ്യുന്ന ഉറപ്പ് എനിക്ക് തന്നെ കൊടുത്തിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ്, അതായത് ബിയർഡ് ഓയിൽ, അതുപോലെ തന്നെ ബിയർഡ് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന പറയുന്ന കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഈ പ്രോഡക്റ്റ്സ് പിന്നെ വേറെ എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മസാജർ, സ്ക്രബ്ബർ, അങ്ങനെ ഒരു കാര്യം യൂസ് ചെയ്യില്ല എന്ന് ഉറപ്പ് കൊടുത്തിരുന്നു. അങ്ങനെ എക്സ്റ്റേണലായിട്ട് ഒരു മെത്തേഡും, അതായത് നാച്ചുറലായിട്ട് നമ്മൾ ഫുഡ് ഉള്ളിലേക്ക് എടുക്കാന്നല്ലാതെ എക്സ്റ്റേണലായിട്ട് ഈ ബിയർഡ് ഗ്രോത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്ന കുറേ ഫേക്കായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ബിയർഡ് ഗ്രോത്ത് ഉണ്ടാകുന്ന ചാൻസ് ഉള്ള ബിയർഡ് ഓയിലിനെ കുറ്റം പറയുന്നതല്ല, ഞാൻ ബിയർഡ് ഓയിലേക്ക് അവസാനം വരാം. അതിന് മുമ്പ് കുറച്ച് കാര്യം ഞാൻ പറയാം. ഇതുപോലെ എക്സ്റ്റേണലുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ലെന്ന് ഉറപ്പ് കൊടുത്തിരുന്നു. ഇതിൽ രണ്ടാമത്തെ കാര്യങ്ങൾ എൻ്റെ ലൈഫ് സ്റ്റൈല്, ഫുഡ് ഹാബിറ്റ്സ്, അതുപോലെ തന്നെ എൻ്റെ കുറേ ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ ഡെയിലി ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ കുറേ മാറ്റം വരുത്താനായിട്ട് ഞാൻ തയ്യാറായിരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്യില്ല എന്ന് എനിക്ക് തന്നെ ഉറപ്പ് കൊടുത്തിരുന്നു. അതായത് ഞാൻ ഡെയിലി ഫുഡിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തും, അതുപോലെ തന്നെ ഞാൻ ഈ സമയത്ത് ഉറങ്ങും, ഈ സമയത്ത് എണീക്കും. പിന്നെ കുറേ കാര്യങ്ങൾ, കുറച്ച് ചെറിയ ഹാബിറ്റ്സ്, അതായത് രാവിലെ വ്യായാമം ഉണ്ടായിരുന്നു ഈ സമയത്ത് എനിക്ക്. അതുപോലെ കുറേ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ കുറേ കാര്യം മാറ്റം വരുത്തിയിരുന്നു ഈ പീരീഡിൽ. പിന്നെ ഈ ബിയർഡിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ, കുറേ മിത്തുകൾ എല്ലാവർക്കിടയിലുണ്ട്. അതിൽ പ്രധാനമായിട്ട് 3 മിത്തുകളുള്ളത്. ആ 3 മിത്തുകൾ ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞുതരാം. ഈ ബിയർഡ് ഓയിൽ തേച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ബിയർഡ് വരുന്നുള്ളൊരു സങ്കല്പമുണ്ട്. കുറച്ച് പൈസ കൂടുതലുള്ള നല്ല ബ്രാൻഡ് ബിയർഡ് ഓയിൽ വാങ്ങി തേക്കുവാണെങ്കിൽ പെട്ടെന്ന് ബിയർഡ് വരുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് യൂത്ത്സിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരിടയ്ക്ക് ഫുള്ളും ഈ ബിയർഡിനെ കുറിച്ച് ഭയങ്കര ട്രെൻഡായ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് നല്ലപോലെ ബിയർഡ് ഓയിലൊക്കെ വിറ്റ് പോരുന്നൊരു കണക്ക് സൂചിപ്പിച്ചിരുന്നു. ബിയർഡ് ഓയിൽ ശരിക്കും അത് കുറേ ന്യൂട്രിയൻസ് ഉണ്ട്, കുറേ ഈ ബിയർഡ് വളരാനുള്ള കുറേ കാര്യം ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ബിയർഡ് ഓയിൽ ഒരിക്കലും ഒരു തരത്തിലും നിങ്ങൾ ബിയർഡ് ഗ്രോ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ് വിശ്വസിക്കണം. ഈ ബിയർഡ് ഒരു ജസ്റ്റ് നിങ്ങൾ ബിയർഡ് ഉണ്ടെങ്കിൽ, ആളുടെ ബിയർഡ് ഉണ്ടെങ്കിൽ ആ ബിയർഡിനെ നറിഷ് എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ബിയർഡിനെ ഒന്ന് ഷൈൻ ആക്കാനായിട്ട് ഉള്ള ബിയർഡിനെ കുറച്ച് എക്സ്ട്രാ ഹൈലൈറ്റ് കാണിക്കാനായിട്ടാണ് ഈ ബിയർഡ് ഓയിൽ യൂസ് ചെയ്യുന്നത്. അല്ല, നിങ്ങൾ ബിയർഡ് ഇല്ലാത്തൊരു ബിയർഡ് ഗ്രോ ആയിട്ട് വരാനായിട്ട് ഒരു തരത്തിലും ബിയർഡ് ഹെൽപ്പ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. ഇതൊരു മിത്ത് മാത്രമാണ്. ബിയർഡ് ഓയിൽ തേച്ച് കഴിഞ്ഞാൽ ബിയർഡ് വരും എന്ന് പറയുന്ന ഒരു മിത്ത് മാത്രമാണ്. ഇത് മിത്താണെന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം ഫസ്റ്റ്. ഇതിൽ രണ്ടാമത്തെ കാര്യം,
ബീഡ് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കട്ടി എന്ന് പറയുന്നത് കുറേ പേർക്കിടെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പണ്ട് ഇങ്ങനെ വിശ്വസിച്ചിരുന്നു. തുടക്കത്തിൽ ബീഡ് വരുന്ന സമയത്ത് ജസ്റ്റ് നൈസായിട്ടുള്ള രോമങ്ങളാണെങ്കിൽ കൂടി അത് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കട്ടിക്ക് വരും എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ മിത്താണ്. നിങ്ങൾക്ക് ആൾറെഡി ബീഡ് വരുന്നുണ്ടെങ്കിൽ അത് ഷേപ്പ് ചെയ്ത് ട്രിം ചെയ്ത് സൂക്ഷിക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ ആൾറെഡി ഗ്രോ ചെയ്ത് ബീഡ് വരുന്നുണ്ട്, ഹെയർ ഫോളിക്കിൾസിൽ ബീഡ് ഗ്രോ വരുന്നുണ്ട്. ആ ഗ്രോ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിക്കറായിട്ട് വരാൻ സാധ്യത ഒരു തരത്തിലുമില്ല. ഇത് സയൻറ്റിഫിക് പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ബീഡ് ഉണ്ടെങ്കിൽ അത് ഷേപ്പ് ചെയ്ത് ട്രിം ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ബെറ്റർ ആയിരിക്കും, ഇങ്ങനെ ഷേവ് ചെയ്യുന്നതിനേക്കാൾ നല്ലത്. ഇത് രണ്ടാമത്തെ മിത്താണ്. ഓരോരുത്തർക്കും ഈ ബീഡ് ഉണ്ടാകുന്ന ആ ഗ്രോത്ത് പീരീഡ് വ്യത്യാസമാണ്. ചിലപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ എനിക്ക് 90 ദിവസം എടുത്തിട്ടാണ്, ഏകദേശം 90 ദിവസം എടുത്തിട്ടാണ് എനിക്ക് ഈ ഒരു ബീഡ് ഗ്രോത്ത് ഉണ്ടായത്. ചില ആളുകൾക്ക് ചിലപ്പോൾ 1 മാസം 1.5 മാസം കൊണ്ട് തന്നെ ഈ ഒരു ബീഡ് ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോരുത്തർക്കും ഈ ബീഡ് ഗ്രോത്തിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ വ്യത്യാസമായിരിക്കും. ചില ആൾക്കാർക്ക് പെട്ടെന്ന് വളരും, ചില ആൾക്കാർക്ക് പെട്ടെന്ന് വളരില്ല. ചില ആൾക്കാർക്ക് റൈറ്റ് സൈഡ് മാത്രം കുറച്ച് കൂടുതൽ വളരും, ചില ആൾക്കാർ ലെഫ്റ്റ് സൈഡ് മാത്രം കുറച്ച് കൂടുതൽ വളരും. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് വളരും. ഓരോരുത്തർക്ക് ഒരു ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ ജെനറ്റിക്സ്, അവരുടെ കുറേ കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കും ഈ ബീഡ് ഗ്രോത്ത് നോക്കുന്ന സമയത്ത്. അതുകൊണ്ട് നിങ്ങൾ ബീഡ് വളരെ അനുവദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസം എടുത്തിട്ടാണ് ബീഡ് വളരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റുള്ളൂ. ആ വളരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മൾ ഷേവ് ചെയ്തിട്ട് വീട് തിക്കായിട്ട് വരും വിചാരിച്ചിട്ട് അത് ഷേവ് ചെയ്തതിന് കാര്യമില്ല. നിങ്ങൾ വളരെ അനുവദിച്ചാലേ നിങ്ങൾക്ക് എത്ര ഒരു ടൈം പീരീഡ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ബീഡ് വളരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ബീഡ് 2 സൈഡിലും ഒരേപോലെ വളരുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് 2 ഒരേ ലെവലാണ് വളരുന്നതെന്ന്. അത് ശരിക്കും അതും മിത്താണ് സത്യം പറഞ്ഞാൽ കേട്ടോ. ചിലപ്പോൾ ചില ആളുകൾക്ക് ചില സമയത്ത് റൈറ്റ് സൈഡ് കുറച്ച് നീളത്തിൽ വളരും, ലെഫ്റ്റ് സൈഡ് കുറച്ച് സ്ലോ ആയിട്ട് വളരും. ഇതൊരു അൺഹെൽത്തി ആയിട്ടുള്ള കാര്യം എന്ന് പറയാൻ പറ്റില്ല. ബീഡ് അങ്ങനെ വളരുള്ളൂ. ലെഫ്റ്റ് സൈഡ് കുറച്ച് കൂടുതൽ വളരും, റൈറ്റ് സൈഡ് കുറച്ച് കുറവായിരിക്കും. അത് എന്നിട്ട് വളർന്നു വരുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, പിന്നീട് നോർമൽ വളരും. അത് എല്ലാവരും നോർമലാണ്, അത് എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ റൈറ്റ് സൈഡിൽ കുറച്ച് കൂടുതൽ വളരുന്നുണ്ട്, ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കൂടുതൽ വളരുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചിരിക്കുമായിരിക്കും. അത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബീഡ് വളരണമെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കറക്റ്റായിട്ട് ഇരിക്കണം. അത് കുറയാൻ ഒരിക്കലും പാടില്ല. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം. ഞാൻ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മാറ്റണം. ഞാൻ ഉൾപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ എനിക്കങ്ങനെ യാതൊരുവിധ ദുശീലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ രാവിലെ എക്സസൈസ് ചെയ്യുമായിരുന്നു. രാവിലെ ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ ബോഡി വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ ബോഡിയിൽ കുഴപ്പമില്ല ഹോർമോൺ സെക്രീഷനൊക്കെ നടക്കും. ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ നോർമലായിരിക്കും. പിന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നല്ല ഫുഡ്. ഈ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് തന്നെ കുറേ ഈ ബീഡ് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് ഏതൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ ന്യൂട്രീഷൻസ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ കാരണത്തിൽ നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾ ബീഡ് ഗ്രോത്ത് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. പിന്നെ ഞാൻ വളരെ കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉറക്കം, കറക്റ്റായിട്ട് ഉറക്കം വളരെ നിർബന്ധമാണ്. നിങ്ങളുടെ ബോഡിയിൽ ഹോർമോൺ സെക്രീഷനൊക്കെ കറക്റ്റായി നടക്കണമെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് നല്ലൊരു ബീഡ് വേണമെങ്കിൽ, ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ നോർമൽ ആകണമെങ്കിൽ നല്ലപോലെ ഒരു സ്ലീപ്പ് ആവശ്യമാണ്. 8 മണിക്കൂർ ഉറപ്പായിട്ടും ഉറങ്ങിയിരിക്കണം. അതും ഡിസ്റ്റർബായിട്ട് ഇടയ്ക്ക് എണീക്കുക അങ്ങനെയൊന്നും ആയിരിക്കരുത്. ഒരു പീസ്ഫുള്ളായിട്ട് ഗാഢ നിദ്ര എന്നൊക്കെ പറയും, അതുപോലെ ആഴത്തിലുള്ള ഉറക്കം 8 മണിക്കൂർ. നിങ്ങളിപ്പോൾ ഒരു 5-6 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ ശരി, കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഗാഢ നിദ്ര നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഡീപ്പ് സ്ലീപ്പ്. കറക്റ്റായിട്ടുള്ള സ്ലീപ്പ് ഉണ്ടായി തന്നെ നിങ്ങളുടെ ഒരു 60-70% ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ നോർമലായിരിക്കും. ഈ സ്ലീപ്പ് തെറ്റുമ്പോഴാണ് നിങ്ങളുടെ ബോഡിയിൽ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉണ്ടാകുന്നത്. ഇത് നിങ്ങളുടെ ബോഡിയിലെ ബയോളജിക്കൽ ആക്ടിവിറ്റി തന്നെ തകിടം മറിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്തത് ലൈഫ് സ്റ്റൈൽ മാറ്റി ഫുഡ് ഹാബിറ്റ്സ്, അതുപോലെ തന്നെ സ്ലീപ്പാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ സമയത്ത്. കറക്റ്റായിട്ട് ഉറക്കം, പിന്നെ നല്ലപോലെ വെള്ളം കുടിച്ചിരുന്നു. ആവശ്യത്തിന് വെള്ളം കുടിച്ചിരുന്നു, ഒരു ദിവസം ആവശ്യത്തിന് വെള്ളം കുടിച്ചിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒരു 3 മാസം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ മാറ്റേണ്ടതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ പറ്റും. തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, ആ സമയത്ത് എങ്ങനെയായിരുന്നു. ഈ സംഭവിച്ചിട്ട് ഏകദേശം ഒരു 3-4 മാസം കുറച്ച് കാലമായിട്ടുണ്ട്, ഒരു 5-6 മാസമായിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ട്രിം ചെയ്ത് സൂക്ഷിച്ചു. അത് ഭയങ്കര കുറച്ച് ബോറായിട്ട് തോന്നി. പിന്നെ ട്രിം ചെയ്ത് സൂക്ഷിച്ചു. നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണായിട്ടുള്ള ഒരു കാര്യം വിശ്വസിക്കാതിരിക്കുക. ഈ ബീഡ് ഓയിൽ അതുമായി ബന്ധപ്പെട്ട ഈ ബീഡ് വളരെന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെന്നാൽ മാത്രമേ ബോഡിയിൽ അതിനുള്ള ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞ കാര്യം ഫോളോ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഞാനും തുടക്കത്തിൽ വിശ്വസിച്ചിരുന്നില്ല ഇത് നടക്കുമോ നടക്കില്ലെന്ന്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടക്കത്തിൽ തുടങ്ങിയത്. തുടങ്ങിയ സമയത്ത് ഞാൻ കുറച്ചുകൂടെ എന്താ പറയുക സിൻസിയറായിരുന്നു. ഈ പറഞ്ഞ കാര്യം ലൈഫ് സ്റ്റൈലാണെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ആണെങ്കിലും സ്ലീപ്പ് ആണെങ്കിലും സിൻസിയറായിരുന്നു. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എക്സ്ഫോലിയേറ്റിംഗ്. അതായത് നിങ്ങളുടെ സ്കിന്നിൽ ഡെഡായിട്ട് സെൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ നോക്കുക. ഇടയ്ക്ക് ഷേവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് സ്കിന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ നോക്കുക. ഇത് നിങ്ങൾക്ക് പുതിയ ഹെയർ ഗ്രോ ചെയ്ത് വരാനായിട്ട് കുറച്ച് ഹെൽപ്ഫുള്ളാണ്. ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ട് അത് ഇടയ്ക്ക് നിങ്ങൾ ചെയ്യാവുന്നതാണ്.
പിന്നെ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റായിട്ടുള്ള കാര്യം ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബി.എഡ് നല്ലപോലെ വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. പിന്നെ മറക്കാതെ ഈ വീഡിയോസ് ലൈക്ക് കൊടുക്കുക മാത്രമേ ഈ വീഡിയോസ് വേറെ കുറേ പേർക്ക് കാണാനുള്ള അവസരം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ താഴെ വീഡിയോ കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.